അങ്ങനെ സജനത്താത്ത വിവാദങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ്. വേറെ എവിടെയല്ല, സജനത്താത്തയുടെ തന്നെ ഫ്രണ്ടിന്റെ ഓൺലൈൻ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് ഈ വീഡിയോ. അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. മാനിപ്പുലേഷൻ, കറക്റ്റ് മാനിപ്പുലേഷൻ. അപ്പൊ സജന ഫിറോസ് ആരെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവർ ബിഗ് ബോസ് സീസൺ 3 കപ്പിൾ എൻട്രി നടത്തിയ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതിനുശേഷം ഇവർ സെപ്പറേറ്റ് ആവുകയും പിന്നീടാണ് അറിഞ്ഞത് സജനയ്ക്ക് റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ഒരു അഭിഹിത ബന്ധമാണ് അതിനുള്ള കാരണമെന്ന്. അപ്പൊ എന്തായാലും ആ പുതിയ ഇന്റർവ്യൂ വിശേഷങ്ങൾ എന്തായാലും കേൾക്കാം. നമസ്കാരം, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാനു ആരാന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്നേ ഉള്ളൂ. ഈ സജിനയുടെ തന്നെ സ്വന്തം ഫ്രണ്ടാണ്, മാനേജർ എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ പറയാം. ഇവരുടെ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയാ പറയാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തിയെ പറ്റി പറയുന്നതിന് മുമ്പേ ആ വ്യക്തി ആരാണെന്ന് ഞാനൊരു ഇൻട്രോ നൽകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രോന്റെ ഒന്നും യാതൊരുവിധ ആവശ്യമില്ല. അതിവിടെ അങ്ങാടിപ്പാട്ടാണ്. ഇവിടെ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയേണ്ടത് സജനയുടെ എക്സ്പ്ലനേഷൻ ആണ്, ദ മെഴുകൽ. അപ്പൊ കണ്ടിന്യൂ ചെയ്താട്ടെ. ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും ഒരു വ്യക്തിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി, അതെന്റെ ഒരു തെറ്റല്ല എന്ന് വെച്ച് വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞാൽ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അലിഗേഷൻ, വാട്ട് യു മീൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ. ഫിറോസ് ഖാൻ പുറത്തു വിട്ട വോയിസ് നോട്ടിൽ കൃത്യമായിട്ട് സജിന റസൂൽ പൂക്കുറ്റിയോട് ചോദിക്കുന്നുണ്ട്, കുട്ടിയെ അബോർട്ട് ചെയ്യണമെങ്കിൽ 3 കോടി രൂപ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇങ്ങനെ കിടന്ന് മെഴുകണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വോയിസ് നോട്ട് നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. സജന ചേച്ചി എന്തൊക്കെ പറഞ്ഞാൽ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇത് AI ആണെന്ന് പറഞ്ഞിട്ട് വരാനാ മതി. കാരണം എന്തെങ്കിലും പടി പാളിക്കഴിഞ്ഞാൽ നേരെ AI മണ്ടയ്ക്ക് കൊണ്ടുപോയിടും. പാവം AI എന്തൊക്കെ കേൾക്കണം. എന്തായാലും ഒരാളുടെ എക്സാക്ട് വോയിസ് കോപ്പി ചെയ്യുന്ന ലെവലിലൊന്നും AI സാങ്കേതിക വിദ്യ ഇന്ന് വരെ വളർന്നിട്ടില്ല. ഒരു 2050 ആവുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇന്നെന്തായാലും ഇത് ഒറിജിനൽ വോയിസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്റെ മക്കളടുത്ത് പോലും എന്റെ കുഞ്ഞുങ്ങളെ സ്കൂൾ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്കൂൾ മാറ്റേണ്ട അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ കാരണം കൊണ്ടാണോ? സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണെങ്കിൽ നിങ്ങൾ ഈ വക പരിപാടിക്ക് നിൽക്കുമായിരുന്നോ? അത് അവനവനോട് ചോദിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഇങ്ങനെ കടന്ന് മെഴുകിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം സജന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. അപ്പം സജന ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, സജന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സജന സോഷ്യൽ മീഡിയയിൽ വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഫോട്ടോ മാത്രമേ അവൾ ഇട്ടിട്ടുള്ളൂ അല്ലേ? റസൂൽ പൂക്കുറ്റിയുമായി ഒത്ത് അതിന്റെ താഴെ 9 വീക്സ് പ്രഗ്നന്റ് എന്ന് ഇടുന്നതാണോ നിങ്ങൾക്കൊക്കെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നത്? അഥവാ ഒരു സാധാ ഫോട്ടോ മാത്രമാണ് അവിടെ പോസ്റ്റ് ചെയ്തിറക്കണെന്ന്? അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. അത് ഹാക്കർ ചെയ്ത ഫോട്ടോ ആയിരുന്നല്ലോ അല്ലെ? ഞാനത് മറന്നുപോയായിരുന്നേ, സോറി, ക്ഷമിക്കണം. അടുത്തത് ഇങ്ങനെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടത് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. അല്ലാതെ ഈ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പിന്നിലോ വേറൊരു ഇതിന്റെ പിന്നിലോ ഇപ്പം ഫോട്ടോ ഇടുന്നത് അത് നമ്മളുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് ആരെ വേണമെങ്കിലും, ഞാൻ ഷാറുഖ് ഖാൻ, നമ്മള് ഹിന്ദി നടന്മാരോട് ഞാൻ ഫോട്ടോ കുറെ പേരുടെ ഇട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബുദ്ധിയുള്ള ആരും ഷാറുഖ് ഖാന്റെ കൂടെ അല്ലെങ്കിൽ സണ്ണി ലിയോന്റെ കൂടെ ഒക്കെ നിന്നിട്ട് 9 വീക്സ് പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാറില്ല ഇൻസ്റ്റാഗ്രാമില്. അതിന് മാത്രം ഞങ്ങൾ ടെക്നോളജി വർദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. അത് അവരെ ഞാൻ വന്ന് പറയും, ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ, ചില ഫോട്ടോയിൽ ചില മോജീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഫോട്ടോസ് അങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്റെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാനത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നുണ്ട്. പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് വെക്കണമായിരുന്നു. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറ്റം കേൾക്കാനോ അല്ലെങ്കിൽ അലിഗേഷൻ കേൾക്കാനോ നിങ്ങൾ തയ്യാറായിരിക്കണം. അല്ലാണ്ട് അതെല്ലാം പോസ്റ്റ് ചെയ്തതിനു ശേഷം ആൾക്കാർ അത് പറയുന്നേ, അയ്യോ എന്നെ പറ്റി അങ്ങനെ പറയുന്നേ, എന്നെ പറ്റി ഇങ്ങനെ പറയുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകിട്ടിരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. അടുത്തത് പറയുന്നുണ്ട്. ഒരു പക്ഷെ നാളെ കാലത്ത് ഞാൻ വന്ന് പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും, ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്നതാണ്.
ഇനി നേരെ തിരിച്ച് ഞാനൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു, അവിടെ അവർക്കൊരു ഫാമിലി ഉണ്ട് എങ്കിൽ എന്താണ്, അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞങ്ങളെ മതത്തിൽ, അതായത് ഒരു മുസ്ലിം മതത്തില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഒരു ഭർത്താവാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരാൾക്ക് 2 വിവാഹം കഴിക്കാം. 2 അത് അങ്ങനെയുള്ള നിയമം നമുക്കുണ്ട്. അവരുടെ വൈഫിന്റെ അവരുടെ സമ്മതത്തോടെ 2 കല്യാണം കഴിക്കാനുള്ള നിയമമുണ്ട്. അപ്പം അദ്ദേഹത്തിന് കല്യാണം വേറൊരാളെ കല്യാണം കഴിച്ചോ, അദ്ദേഹത്തിന് കല്യാണം കഴിച്ചോ, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ, അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വന്ന് പറയുമ്പോഴായിരിക്കും അത് കോൺട്രവേഴ്സിയാണ്. എത്രയോ പേര് ജീവിക്കുന്നില്ലേ, എത്രയോ ഒരു വലിയൊരു ആക്ട്രസ്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഞാൻ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് എല്ലാവരും ബഹുമാനിച്ച് തന്നെ നിൽക്കുന്നത്, അവര് ജീവിക്കുന്നില്ലേ വിദേശത്തിൽ, അവര് ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ കല്യാണം കഴിക്കുമെന്നല്ല പറയുന്നത്, കല്യാണം കഴിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണെന്നല്ല പറയുന്നത്, ആവുന്നല്ല പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരുന്നാലും ബഷീർ ഇവരൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്. അത് പഴയ വൈഫിന്റെ സമ്മതത്തോടു കൂടിയാണ്. അല്ലാണ്ട് ഓൾറെഡി ഒരു വൈഫ് ഇരിക്കുമ്പോ കണ്ടവന്റെ വീട്ടിൽ കയറിയിട്ട് അവിഹിതം കളിക്കാനൊന്നും ആരും തയ്യാറാവില്ല. കുറച്ച് ഉളുപ്പുള്ള ആൾക്കാരൊക്കെ അതിന് മടിക്കും. കല്യാണം കഴിക്കാത്തോണ്ടാണോ? അതായത് ഇപ്പൊ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ ഇട്ടാ കുഴപ്പമില്ല, അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പം കല്യാണം കഴിക്കുന്നത് കാണിക്കാത്തോണ്ടാണ്. ഇനി ഞാൻ കല്യാണം കഴിക്കത്തില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി വയ്യ. മേ ബി എന്റെ ജീവിതമാണ്, ഞാൻ ഒരിക്കലും ആണുങ്ങളോടൊപ്പം പിഴച്ച് ജീവിക്കാമല്ലോ. ആണുങ്ങളോട് കൂടി പിഴച്ച് ജീവിക്കുകയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവ് തന്നെ ഫിറോസ് ഖാൻ യൂട്യൂബ് ചാനലിൽ വന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, വിത്ത് പ്രൂഫോട് കൂടി. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും യാതൊരുവിധ സംശയവും ഇല്ല. എനിക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ? ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അത് അവിഹിതം എന്ന് പറയുന്ന സംഭവം അത് അത്ര നല്ലതല്ല. മനസ്സിലായ? മെഴുകല് കേട്ടോ, അവിഹിതം നോർമലൈസ് ചെയ്തുകൊണ്ട്. പൊതുവേ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു ആണിനോട് മിണ്ടിയാലോ അല്ലെങ്കിൽ വേറൊരു രീതി ഒരിടത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവള് പിഴച്ചവളാം, അവളെങ്ങനെയാണ്, അവള് പോക്ക് കേസാ എന്നാണ് പറയുന്ന ആൾക്കാര്. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും, അവള് കണ്ട, അവള് പോക്ക് കേസ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. നിങ്ങളുടെ കാലത്ത് എങ്ങനെ പറഞ്ഞതൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ 2026 കാലത്ത് ലിവിങ് ടുഗെദറും ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ യാതൊരു വിധ കുഴപ്പമില്ലാത്തൊരു കാലമാണ്. ഇന്ന് അതിനൊക്കെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോയവന് തല്ല് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ പറഞ്ഞിട്ട് എവിടേക്കാ പോകുന്നത്? ഒരു ലിമിറ്റ് ഇല്ലേ? അവനവൻ ചെയ്തു വെച്ച കാര്യങ്ങള് മറയ്ക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കും പരിപാടിയുമായിട്ട് വന്നിരിക്കുകയാണ്. അടുത്തത് കേൾക്കാം. അപ്പൊ തന്നെ ഞാൻ വിചാരിക്കും, എന്താണ് ഈ ലോകം? ഒരാളെ ദൂഷിക്കാൻ എന്തൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതാണ് സമൂഹമുള്ളത്. അപ്പൊ നേരെ തിരിച്ച് സജന വേറൊരു രീതിയിൽ പോവുക, കുറെ ആണുങ്ങളുമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, കുറെ ആണുങ്ങളുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം സജന തെറ്റുകാരിയല്ല. പക്ഷെ ഒരാളുമായിട്ട് ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന അപ്പൊ അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. നീ ഒരാളുടെ കൂടെ പോയാലും 5 ആളുടെ കൂടെ പോയാലും ആരുടെ കൂടെ ഒക്കെ പോയാലും ഒരു ഭർത്താവ് ഉള്ള സമയത്ത് ഇമാതിരി പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അതിന് അഭിഹിതം എന്നാണ് വിളിക്കുക. മനസ്സിലായ? അല്ലാണ്ട് അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നുമല്ല. കാരണം അവള് കുടുംബം തകർത്തുകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തോ മറ്റുള്ളവരെ ഇതാക്കുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ. അവിടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ. അപ്പൊ കല്യാണം കഴിച്ച സമൂഹത്തിനോട് കാണിക്കും, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, എന്റെ അദ്ദേഹത്തിനോട് അല്ല വേറെ ആരുടെയും കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കാണുമായിരിക്കും, പ്രസവിച്ച് ഞാൻ പാല് കൊടുത്ത് എന്റെ വീട്ടിൽ ഉറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഈ സമൂഹം? എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള സാധനമാണെങ്കിൽ, എനിക്ക് പറയണമെന്ന് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ പുറത്ത് പറയും. എനിക്ക് അതല്ല എന്റെ തികച്ചും പേഴ്സണൽ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് പറയണ്ട, എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഫാമിലി എനിക്ക് ഇതാനും താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ഇടത്തില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി വാണത്തരങ്ങളും അവിഹിത കാര്യങ്ങളും വിളിച്ചു വിളമ്പുമ്പോ അതിനൊക്കെ കേൾക്കാൻ നിങ്ങൾ അർഹനാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് എല്ലാവരും എന്നെ പറ്റി നല്ലത് മാത്രമേ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നോർമലൈസിങ്ങിനൊക്കെ ഒരു പരിധിയില്ലേ? അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്ത അലിഗേഷൻ പറഞ്ഞുണ്ടാക്കി നമ്മൾ കൊല്ലാക്കൊല ചെയ്യരുത്. ഈ വെറുതെ ഇരുന്ന് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചോദിക്കും, ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരെടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റും. ഇനി എന്തായാലും പുറത്തിറങ്ങി നല്ല രീതിക്ക് തന്നെ നടക്കാം. കാരണം നിങ്ങളുടെ ഭർത്താവ് ഫിറോസ് ഖാൻ എല്ലാം നല്ല രീതിയിൽ എക്സ്പോസ് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷനൊന്നും വേണ്ട. എല്ലാവർക്കും എല്ലാതും അറിയാവുന്ന ഒരു കാര്യമാണ്. നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് എല്ലാം അങ്ങ് സഹിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നും അല്ല. പക്ഷെ ഈ പറയല ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നത് ആ സഖിയിടുമ്പോ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാ
അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ. തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. പല കാര്യങ്ങളും ലോകത്തിനും അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലുകാർക്ക്, അവർക്കൊരു മാസം ഇപ്പൊ 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അത് ഞാൻ നിയമവശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ തീരും. എന്തായാലും ഞങ്ങൾക്ക് കണ്ടന്റ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് വന്നിട്ട് ഇവിടെ ഇട്ട് തന്നിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുകൊണ്ടാണല്ലോ അയാളവിടെ പോസ്റ്റ് ചെയ്തിറക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫേക്ക് അലിഗേഷൻ എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാലോ. സജിന ഒരു സ്വഭാവം എന്ന് പറയും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്നല്ലാതെ പൊട്ടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഫിറോസ് ഖാനെതിരെയാണ് ഇപ്പോ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് സജിനയുടെ കരച്ചിൽ പ്രയോഗം അതൊന്ന് കാണാം. ഞാൻ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോവിക്കരുത്. അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാ ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. വ്യക്തികളെ കുഞ്ഞുങ്ങളെ നോവിക്കരുത്. എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് കണ്ട് വേറെ ഞാനും കരയട, എനിക്കും വിഷമായി. മതി അത്രയൊക്കെ മതി ചേച്ചി, കൂടുതൽ വേണ്ട. ഇപ്പോഴെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തത് എന്തായാലും നന്നായി എന്നൊക്കെ പറയാനുള്ളൂ. ഇനിയെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാത്ത നല്ല രീതിയിലൊന്ന് ജീവിക്കാൻ നോക്ക്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് കേൾക്കാൻ വേണ്ടി നമ്മൾ അർഹനാണ്. അതിപ്പോ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. പക്ഷെ എന്നെ ഇങ്ങനെ പറയാൻ പാടില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കരയാനൊന്നും പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.